ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന 4ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒത്തിരി ഞായറാഴ്ചകളിൽ വായിച്ച് കേട്ടിട്ടുള്ളതായ ഒരു വേദഭാഗമാണ്. 4 സുവിശേഷകരും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എഴുതിയിരിക്കുന്ന ഏക അതിശയവും ഇതുതന്നെയാണ്. യേശു തമ്പുരാൻ കുറെ രോഗികളെ സൗഖ്യമാക്കി. അതിനുശേഷം തൻ്റെ അടുക്കൽ ആയിരിക്കുന്നവർക്ക് ഭക്ഷണം നൽകുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ മരുഭൂമിയിൽ വെച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത ദൈവം തമ്പുരാൻ തങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതായ കാര്യം ഒരുപക്ഷെ അവർ ഓർത്തിട്ടുണ്ടാകില്ല. ഒരു ബാലന് കഴിക്കുവാൻ തക്കവണ്ണം ക്രമീകൃതമായിട്ടുള്ള ഭക്ഷണം അവിടെ കൂടി വന്നിരിക്കുന്ന ജനതയ്ക്ക് മുഴുവനും ഭക്ഷിച്ച് തൃപ്തരാകുവാൻ തക്കവണ്ണമായിട്ട് അതിനെ വാഴ്ത്തി നുറുക്കി കർത്താവ് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ ഏൽപ്പിക്കുകയാണ്. ജനത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കും എന്നല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അതിനെ വാഴ്ത്തി നുറുക്കിയിട്ട് വിളമ്പുവാനായിട്ട് ശിഷ്യന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചത്. ശിഷ്യന്മാർ അത് പുരുഷാരത്തിന് വിളമ്പുകയും ചെയ്തു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്നതായ അനുഗ്രഹം അത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകണം എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. നമുക്കൊത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ബുദ്ധിയും ശക്തിയും ആരോഗ്യവും സമ്പത്തും പദവികളും ഒക്കെ ദൈവം നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചതായ ഈ അനുഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവെക്കുവാനായിട്ട് എപ്പോഴെങ്കിലും നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം. കർത്താവിൻ്റെ അടുക്കൽ വന്നവരൊക്കെയും ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ചത് 12 കുട്ടകളിൽ നിറച്ചെടുക്കുകയും ചെയ്തു. ഇതാർക്കുള്ളതാണ്? ഇനി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ളവർക്കുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒന്നോർത്തുകൊള്ളുക, നിങ്ങൾക്കായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കുമായി ഇനി വരുവാനുള്ളവർക്കുമായി അനുഗ്രഹം കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഇനിയും കടന്നു ചെല്ലുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ളതായ സമയത്തെ തക്കത്തിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.